കടത്തനാട് ഫെസ്റ്റിവലിലെ ഈ ദിവസത്തെ ആദ്യ സെഷൻ ആരംഭിക്കുകയാണ്. നമ്മുടെ അതിഥിയായി ഇവിടെ എത്തിയിരിക്കുന്നത് പ്രൊഫസർ ഡോക്ടർ സജിത്ത് എബരോത്ത് സാറാണ്. നമുക്കെല്ലാവർക്കും പരിചിതനായ, സോഷ്യൽ മീഡിയയിൽ ഏറെ സജീവമായ ശ്രീ സജിത്ത് സാറിൻ്റെ ഈ പാട്ട് വഴിയോരം എന്നുള്ള പരിപാടി നമ്മൾ നേരിട്ട് അനുഭവിക്കാൻ പോവുകയാണ്. വളരെ പ്രാധാന്യത്തോടു കൂടി സമൂഹം ആകെ ഏറ്റെടുത്ത ഈ പരിപാടി ഇവിടെ അവതരിപ്പിക്കുന്നതിൽ സാധിച്ചതിൽ ഞങ്ങളേറെ ചാരിതാർത്ഥ്യമുണ്ട്. നമുക്കറിയാം, പാട്ടിൻ്റെ വഴികളിലൂടെയുള്ള സഞ്ചാരം, അതിൻ്റെ പിന്നിലുള്ള കഥകൾ, അതിൻ്റെ സർഗാത്മക വ്യഥകളൊക്കെ കൃത്യമായി രേഖപ്പെടുത്തുകയും അതിലൂടെ നമ്മെ കൈപിടിച്ച് നയിക്കുകയും നയിച്ചുകൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാരനായ ഈ പ്രൊഫസർ ഒരു നല്ല പാട്ടുകാരൻ കൂടിയാണ്. നമുക്കറിയാം, അദ്ദേഹത്തിൻ്റെ കവിതകൾ, അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ ഒക്കെ ആസ്വദിക്കുവാനുള്ള ഈ മനോഹരമായ ഈ അതിരാവിലെയുള്ള ഈ പരിപാടിയിലേക്ക് എല്ലാവരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടിക്ക് സ്വാഗതം പറയുക എന്നുള്ളതാണ് എൻ്റെ കടമ. എൻ്റെ സമയം കഴിഞ്ഞിരിക്കുകയാണ്, അതിനുള്ള നിർദ്ദേശങ്ങൾ കിട്ടിക്കഴിഞ്ഞു. ഈ പരിപാടിക്ക് നന്ദി രേഖപ്പെടുത്തുന്നത് ശ്രീമതി പി കെ പ്രീതയാണ്. അവരെയും ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട പ്രൊഫസർ സജിത്ത് സാറിനെ വേദിയിലേക്ക് നിങ്ങൾക്ക് വേണ്ടി സ്വാഗതം ചെയ്യും. എല്ലാവർക്കും നമസ്കാരം. പാട്ടുവഴിയോരം എന്നൊരു സെഷനാണ്, അതിനാണ് എന്നെ വിളിച്ചിരിക്കുന്നത്. പാട്ടുമായിട്ട് മലയാളത്തിൻ്റെ ഗാനചരിത്രം, പ്രത്യേകിച്ച് ചലച്ചിത്ര ഗാനചരിത്രം 40 മിനിറ്റ് കൊണ്ട് പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. അഥവാ 40 മിനിറ്റ് കൊണ്ട് നമുക്കത് പൂർണ്ണമായി പറയാൻ കഴിയില്ല, എങ്കിലും നമുക്കത് എത്തിക്കാവുന്നിടത്തൊക്കെ എത്തിക്കാൻ ശ്രമിക്കാം. പാട്ടുവഴിയോരത്തിലൂടെ വിവിധ മലയാള ചലച്ചിത്ര ഗാനങ്ങളുടെ ചരിത്രവും ഓരോ പാട്ടും ഉണ്ടായ സന്ദർഭവും പാട്ടിൻ്റെ പല പാട്ടുകളുടെയും നമ്മൾ മനസ്സിലാക്കാതെ പോയ അർത്ഥവും, അങ്ങനെ പാട്ടുകൾ ആസ്വദിക്കുമ്പോൾ നമുക്ക് ആ പാട്ടുകൾ തരുന്ന ഒരു ഹൃദയാഭിമുഖ്യവുമൊക്കെയാണ് നമ്മൾ സാധാരണ പാട്ടുവഴിയോരത്തിൽ പറയാറുള്ളത്. നമുക്ക് ചോദിച്ചു പറഞ്ഞ് അല്ലെങ്കിൽ ഒപ്പം പാടിപ്പറഞ്ഞു പോകുന്നതായിരിക്കും ഉചിതമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചും പറഞ്ഞൊക്കെ പോകാം, അതായിരിക്കും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. മലയാളത്തിൽ പാട്ട് വരുന്നത്, മലയാള സിനിമയിൽ പാട്ട് വരുന്നത് 1938-ലാണ്. പാട്ടുകൾ അല്ലെങ്കിൽ പാട്ട് എന്ന് പറയുന്ന ഒരു ശാഖ മലയാളത്തിൽ വളരെ പണ്ടേ ഉണ്ട്. അത് എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, പ്രത്യേകിച്ച് പാട്ടിലൂടെ ആയിരുന്നു കൂടുതൽ ആശയവിനിമയം. അതുപോലെ പാട്ടിലൂടെ ആയിരുന്നു ആയാസരഹിതമായി ജോലി ചെയ്യുന്നതിനുള്ള ഉപാധി. ഇങ്ങനെ പാട്ടിനെ പല ഉപാധികൾക്കുമായി ഉപയോഗിച്ചിരുന്നു. പിന്നീടത് സാമൂഹ്യമായ ഇടപെടലുകൾക്ക് പാട്ടിനെ ഉപയോഗിച്ചു. ഏറ്റവും സാധാരണക്കാരനായ മനുഷ്യൻ അവൻ്റെ ആത്മഭാവങ്ങളെ അവതരിപ്പിക്കുന്നതിന് വേണ്ടി പാട്ടുകൾ പാടി, അവനറിയാവുന്ന അവൻ്റെ ഭാഷയിൽ പാടി. അങ്ങനെ നാടൻ പാട്ടുകൾ ഉണ്ടായി. കവികൾ പാട്ടുകളിലൂടെയാണ് അവരുടെ ആശയങ്ങൾ പൊതുവായി പറഞ്ഞത്. കൃഷ്ണപ്പാട്ടിലൂടെ ചെറുശ്ശേരിയും, കിളിപ്പാട്ടിലൂടെ എഴുത്തച്ഛനും, തുള്ളൽ പാട്ടിലൂടെ കുഞ്ചൻ നമ്പ്യാരും ഒക്കെ നമ്മുടെ പാട്ടിൻ്റെ തുടർച്ചകളിലൂടെ സഞ്ചരിച്ചു. അങ്ങനെ പ്രത്യേകിച്ച് എഴുത്തച്ഛനെ പോലെ ഒരാൾ അന്നത്തെ നിലനിന്നിരുന്ന സാമൂഹ്യ വ്യവസ്ഥിതികളോട് കലഹിക്കുകയും സാമൂഹ്യ പരിഷ്കരണത്തിനുള്ള ശ്രമത്തിനുള്ള ഉപാധിയായി അദ്ദേഹത്തിൻ്റെ ആശയങ്ങളെ അവതരിപ്പിക്കുന്നതിന് വേണ്ടി പാട്ടുകളെ ഉപയോഗിക്കുകയും ഒക്കെ ചെയ്തു. അങ്ങനെ പാട്ടിൻ്റെ ചരിത്രം ഇങ്ങനെ വളർന്ന്
പിന്നീട് ഈ പാട്ടുകൾക്കുണ്ടായ ഒരു പോരായ്മ എന്ന് പറഞ്ഞാൽ പാട്ടുകൾ ജാതിയുടെ പാട്ടുകളായി ചില പാട്ടുകൾ മാറി, മതങ്ങളുടെ പാട്ടുകളായി ചില പാട്ടുകൾ മാറി. അങ്ങനെ പാട്ടുകൾക്ക് ജാതി ഉണ്ടായി, പാട്ടുകൾക്ക് മതമുണ്ടായി, അങ്ങനെ പാട്ടുകൾ വിഭജിക്കപ്പെട്ടു. അതിനുശേഷം ആധുനിക കാലത്തിലേക്ക് വരുമ്പോൾ നമുക്ക് ഏറ്റവും ആധുനികമായ കാലത്തെ അല്ലെങ്കിൽ മലയാളിയുടെ പാട്ട് പാരമ്പര്യത്തിൻ്റെ ഏറ്റവും ആധുനികമായ രൂപമാണ് ചലച്ചിത്ര ഗാനങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ചലച്ചിത്ര ഗാനങ്ങൾ ജാതിയോ മതമോ വരമ്പുകളില്ലാതെ അതിനപ്പുറത്തേക്ക് കടന്നു ചെല്ലുകയും എല്ലാ തരത്തിലുമുള്ള മനുഷ്യരോട് സംവദിക്കുകയും ചെയ്തതാണ് മലയാള ചലച്ചിത്ര ഗാനങ്ങളുടെ ഒരു പ്രത്യേകത. പക്ഷേ 1938 മലയാളത്തിൽ ആദ്യത്തെ പാട്ട് വരുമ്പോൾ ഒരു നവോത്ഥാന സ്വഭാവം അത് പുലർത്തിയിരുന്നുവെങ്കിലും ഇന്നു കാണുന്ന ഒരു പാട്ട് പാരമ്പര്യത്തിൻ്റെ തുടർച്ചയാകാൻ ഉള്ള ഒരു പ്രതിഭാവിലാസം ആദ്യത്തെ ഗാനങ്ങൾക്കുണ്ടായിരുന്നില്ല എന്നുള്ളതൊരു സത്യമാണ്. ആദ്യത്തെ പാട്ട് വരുന്നത് മലയാളത്തിലെ ആദ്യത്തെ ശബ്ദചിത്രത്തിലാണ്. ബാലൻ എന്ന ശബ്ദചിത്രത്തിലാണ് ആദ്യത്തെ പാട്ട് വരുന്നത്. എത്ര പാട്ടുണ്ടായിരുന്നു ബാലനിൽ എന്ന് ഓർക്കുന്നുണ്ടോ? ബാലനിൽ എത്ര പാട്ടുണ്ടായിരുന്നു? ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? 23 പാട്ടുണ്ടായിരുന്നു ബാലനിൽ. 25 പാട്ട് വന്ന സിനിമയാണ് മലയാളത്തിൽ ഏറ്റവും കൂടുതൽ പാട്ട് വന്ന സിനിമ. 23 പാട്ടുണ്ടായിരുന്നു ബാലനിൽ. ഈ പാട്ടുകളെല്ലാം എഴുതിയത് മുതുകുളം രാഘവൻ പിള്ള എന്ന അദ്ദേഹമാണ്. ആദ്യകാല നടനും തിരക്കഥാകൃത്തും സംഭാഷണ രചയിതാവും ഒക്കെ ആയിരുന്ന മുതുകുളം രാഘവൻ പിള്ളയാണ് ആദ്യത്തെ ഗാനരചയിതാവ് മലയാളത്തിലെ. ആദ്യമായി എഴുതിയ പാട്ട് ഭാരതത്തിൻ പൊൻവിളക്കാം കേരള മേദിനി ദേവി ചാരുതര ഗുണാരാമ രാജിതയല്ലോ എന്നുള്ള പാട്ടാണ്. അപ്പോൾ ആ പാട്ടിൻ്റെ വരികൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം. ഭാരതത്തിൻ്റെ പൊൻവിളക്കായിരിക്കുന്ന കേരളം എന്ന് പറയുന്ന ഒരു സ്ഥലം, അല്ലെങ്കിൽ കേരളം എന്ന് പറയുന്ന ഒരു പ്രദേശം, അത് ചാരുതര ഗുണാരാമ രാജിതയല്ലോ എന്നാണ്. വളരെ മനോഹരമായ ഒരു സ്ഥലമാണ് എന്നാണ് ആ പാട്ടിൽ പറയുന്നത്. ആ പാട്ടിന് ഇന്നത്തെ പാട്ടിൻ്റെ ഘടനയായിരുന്നില്ല, 20 വരിയായിരുന്നു ആ പാട്ടിനുണ്ടായിരുന്നത്. അതിൽ തന്നെ അതിൻ്റെ അവസാനത്തെ 6 വരിയിൽ തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന ശ്രീ ചിത്ര തിരുനാൾ ബാലരാമവർമ്മയെക്കുറിച്ചുള്ള സ്തുതിയായിരുന്നു. അപ്പം അങ്ങനെ ആദ്യത്തെ പാട്ട് വരുന്നു. പക്ഷെ അവിടെ നമ്മൾ ഓർക്കേണ്ട അല്ലെങ്കിൽ സൂക്ഷ്മമായി നോക്കേണ്ട ഒരു കാര്യം, ഭാരതത്തിൻ്റെ പൊൻവിളക്കായി മാറാൻ പോകുന്ന കേരളം എന്നൊരു സ്ഥലത്തെക്കുറിച്ചുള്ള ഒരു സങ്കല്പം മലയാളത്തിലെ ആദ്യത്തെ പാട്ടിൽ തന്നെ ഉണ്ടായി എന്നുള്ളത് ഒരു പ്രത്യേകതയാണ്. അല്ലെങ്കിൽ അതൊരു മലയാളം പാട്ടുകളുടെ ഒരു ഗരിമയാണ്. ആദ്യത്തെ പാട്ടിൽ തന്നെ ഭാരതത്തിൻ്റെ പൊൻവിളക്കാകാൻ പോകുന്ന കേരളം എന്നുള്ള ഒരു സങ്കല്പം. അന്ന് കേരളമില്ല, തിരുവിതാംകൂർ, കൊച്ചി, മലബാറാണ് 1938. പക്ഷേ കേരളം എന്നൊരു സങ്കല്പത്തെക്കുറിച്ചും കേരളം ഭാരതത്തിൻ്റെ ഒരു വലിയ മാതൃകയായി മാറാൻ പോകുന്ന ഒരു സ്ഥലമാണ്, അല്ലെങ്കിൽ മനോഹരമായി മാറാൻ പോകുന്ന ഒരു സ്ഥലമാണ് കേരളം, വളരെ ശ്രദ്ധിക്കപ്പെടാൻ പോകുന്ന ഇന്ത്യയിലെ ഒരു സ്ഥലമായി മാറും എന്നുമുള്ള ഒരു സങ്കല്പം ആദ്യത്തെ പാട്ടിൽ തന്നെ ഒരു സാധാരണക്കാരനായ ഗാനരചയിതാവ് അവതരിപ്പിക്കുന്നു എന്ന് പറയുമ്പോഴാണ് അതിലെ നവോത്ഥാനം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പം അങ്ങനെ ആദ്യത്തെ പാട്ട് വരുന്നു. അതിലെ മറ്റു പാട്ടുകളൊക്കെ തന്നെ ഞാൻ പറഞ്ഞു, അതിൻ്റെ അവസാനത്തെ വരികൾ തിരുവിതാംകൂർ മഹാരാജാവിൻ്റെ സ്തുതിയാണ്. പക്ഷേ ആ സ്തുതിയിൽ പോലും ഒരു പുരോഗമന സ്വഭാവമായ ഗാനരചയിതാവ് പുലർത്തുന്നുണ്ട്. കാരണം അയിത്താചാരണത്തെ അവസാനിപ്പിച്ച് മനുഷ്യനെ ഒന്നാക്കിയ രാജാവിനുള്ള സ്തുതി എന്നാണ് അവസാനത്തെ വരികളിൽ പറയുന്നത്. അപ്പോൾ അത്തരത്തിലൊരു വീക്ഷണം ആ എഴുത്തുകാരൻ പുലർത്തിയിട്ടുണ്ട് എന്നുള്ളത് ഒരു അഭിനന്ദനാർഹമായ കാര്യമാണ്. അതിനുശേഷം പാട്ടുകൾ മുന്നോട്ട് വരുന്നു. വളരെ കുറച്ച് സിനിമകൾ, വളരെ കുറച്ച് പാട്ടുകൾ മാത്രം. അങ്ങനെ വരുമ്പോഴാണ് 1948 അടുത്ത മൈൽ സ്റ്റോൺ നമ്മളുടെ പാട്ടിൻ്റെ പാരമ്പര്യത്തിലുണ്ടാകുന്നത്. അപ്പോൾ ആദ്യം പാട്ടുണ്ടായി, അതെല്ലാം അവരവർ പാടും. അതായത് സിനിമയിൽ ആ അഭിനയിക്കുന്നവർ തന്നെ പാടുന്ന ഒരു രീതിയായിരുന്നു. അതിനുശേഷം 1948 പിന്നണി ഗാനങ്ങൾ എന്നൊരു രീതി വരുന്നത്. പലപ്പോഴും നിങ്ങൾ യൂട്യൂബിലും മറ്റും അടിച്ചു നോക്കുമ്പോൾ ആദ്യത്തെ പിന്നണി ഗാനം എന്ന് പറഞ്ഞിട്ട് ചില പാട്ടുകൾ കാണാം. ഇപ്പോൾ ഏട്ടൻ വരുന്ന ദിനമേ എന്നുള്ള പാട്ടൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും.
അത് ആദ്യത്തെ പിന്നണി ഗാനങ്ങളിൽ ഒന്നാണ്. ആ ഏട്ടൻ വരുന്ന ദിനമേ എന്നുള്ളത് നിർമ്മല എന്ന് പറയുന്ന സിനിമയിലെ പാട്ടാണ്. നിർമ്മല, ആ നിർമ്മല എന്ന് പറയുന്ന സിനിമയിലൂടെയാണ് 1948 വന്ന നിർമ്മല എന്ന സിനിമയിലൂടെയാണ് പിന്നണി ഗാനം എന്നൊരു ശാഖ ഉണ്ടാകുന്നത്. അതായത് അഭിനയിക്കുന്നവർക്ക് വേണ്ടി മറ്റുള്ളവർ പാടുന്നു എന്നൊരു രീതി ഉണ്ടാകുന്നത് ആ 48 ആദ്യത്തെ ഗായകൻ ഈ നിർമ്മല സിനിമയിലെ പാട്ടുകൾ 13 പാട്ടും എഴുതിയത് ജി ശങ്കരക്കുറുപ്പ് മാഷാണ്. സംഗീത സംവിധാനം നിർവഹിച്ചത് PS ദിവാകർ എന്ന് പറയുന്ന ആളാണ്. ഇതിലെ ഈ പാട്ടുകൾ ആദ്യത്തെ ഗായകൻ, ഒരു ഗായകനും 3 ഗായികമാരുമായിരുന്നു. അതിൽ ആദ്യത്തെ ഗായകൻ ആരാണെന്ന് ഓർമ്മയുണ്ടോ? TK ഗോവിന്ദറാവു എന്ന് പറയുന്ന ആളാണ് ആദ്യത്തെ ഗായകൻ, മലയാളത്തിലെ ചലച്ചിത്ര പിന്നണി ഗായകൻ. മലയാള സിനിമയിൽ ആദ്യമായി പാട്ട് പാടിയത് TK ഗോവിന്ദറാവു ആണ്. അതിൽ 3 ഗായികമാർ ഉണ്ടായിരുന്നു. സരോജിനി മേനോൻ, P ലീല, വിമല B വർമ്മ, ഇങ്ങനെ 3 പേരുണ്ടായിരുന്നു. ഇതിൽ ഈ വിമല B വർമ്മ കൊച്ചുകുട്ടിയായിരുന്നു, 10 വയസ്സുകാരിയായ കൊച്ചുകുട്ടിയായിരുന്നു. വിമല B വർമ്മ പാടിയ പാട്ടാണ് നമ്മൾ കേൾക്കുന്ന ഏട്ടൻ വരുന്ന ദിനമേ എന്നുള്ള പാട്ട് നമ്മൾ കേൾക്കുന്നത്. സരോജിനി മേനോൻ്റെ അടുത്ത് ശാസ്ത്രീയ സംഗീതം അഭ്യസിച്ചുകൊണ്ടിരുന്ന ആളാണ് വിമല B വർമ്മ. മറ്റ് 2 പേരുമായിരുന്നു പ്രധാന പാട്ടുകാർ. അതിൽ ഈ ഒരു പാട്ടോടുകൂടി അല്ലെങ്കിൽ ഈ ഒരു സിനിമയോടുകൂടി ഈ 2 പ്രധാനപ്പെട്ട ഗായകനും ഗായികയും, അതായത് സരോജിനി മേനോനും TK ഗോവിന്ദറാവുവും ചലച്ചിത്ര ഗാന മേഖല ഉപേക്ഷിച്ചു. കാരണം സിനിമ എന്ന് പറയുന്നത് അന്ന് വളരെ മോശപ്പെട്ടൊരു രീതിയായിരുന്നു. സിനിമയോട് ആൾക്കാർക്ക് താല്പര്യമില്ലായിരുന്നു. എന്ന് വെച്ചാൽ സിനിമ എന്തോ ഒരു വളരെ മോശമായ ആൾക്കാർ ഉള്ള, പ്രത്യേകിച്ച് കലകൾ ഒക്കെ തന്നെ. ഈ നാടകത്തിലൊക്കെ ആണുങ്ങൾ തന്നെയായിരുന്നു പെൺവേഷം കെട്ടിക്കൊണ്ടിരുന്നത്. കാരണം പെണ്ണുങ്ങളെ ഒന്നും വിടുകയില്ല നാടകത്തിൽ അഭിനയിക്കാൻ. അങ്ങനെ ഒരു കാലമായിരുന്നു. അപ്പോൾ അങ്ങനെ ഇവർ 2 പേരും ചലച്ചിത്ര പിന്നണി ഗാനം എന്നുള്ള മേഖല ഉപേക്ഷിക്കുകയും ശാസ്ത്രീയ സംഗീതത്തിലേക്ക് തിരിഞ്ഞു പോവുകയും ചെയ്തു. P ലീല ശാസ്ത്രീയ സംഗീതത്തിൽ, മറ്റേത് കൊച്ചുകുട്ടിയാണ്, അവർ ഈ ഒരു പാട്ടേ പാടിയിട്ടുള്ളൂ. പക്ഷെ P ലീല ഈ പാട്ടുകളിൽ ഉറച്ചു നിന്നു. P ലീല വളരെ പ്രശസ്തയായ ഗായികയായി മാറി. P ലീലയുടെ പാട്ട് ഏതെങ്കിലും ഓർക്കുന്നുണ്ടോ? P ലീലയുടെ ഞാൻ പറയുമ്പോൾ അല്ലെ പാടുമ്പോൾ നിങ്ങൾ ഓർക്കും. മലയാളത്തിൽ 1969 സംസ്ഥാന ഫിലിം അവാർഡുകൾ ഏർപ്പെടുത്തുന്നത്. ആദ്യത്തെ മികച്ച ഗായികയ്ക്കുള്ള അവാർഡ് കിട്ടിയത് P ലീലയ്ക്കാണ്. ആ പാട്ടൊന്ന് ആലോചിച്ച് നോക്കി ഏതാണെന്ന്. നിങ്ങൾക്കെല്ലാം അറിയാവുന്ന പാട്ടാണ്. ഉജ്ജയിനിയിലെ ഗായിക ഉർവശി എന്നൊരു മാളവിക, ശില്പികൾ തീർത്ത കാളിദാസൻ്റെ കൽപ്രതിമയിൽ മാലയിട്ടു എന്നുള്ള പാട്ടാണ് P ലീലയെ വളരെ പ്രസിദ്ധയാക്കിയത്. പിന്നീട് വേറെയും മനോഹരമായ അനേകം ഗാനങ്ങളുണ്ട്. വേറെ ഏതെങ്കിലും P ലീല പാടിയ പാട്ട് ഓർമ്മയുണ്ടോ? സ്വപ്നങ്ങളെ നിങ്ങൾ സ്വർഗകുമാരികളല്ലോ, നിങ്ങൾ ഈ ഭൂമിയിൽ, നിങ്ങളുടെ പാടിയാലേ ഇത് മുമ്പോട്ട് ഇല്ലായിരുന്നെങ്കിൽ നിശ്ചലം ശൂന്യമീ ലോകം. സ്വപ്നങ്ങൾ, ഇതൊക്കെ P ലീല പാടിയ മനോഹരമായ പാട്ടുകളാണ്. ഇങ്ങനെ എത്രയോ പാട്ടുകൾ മനോഹരമായി നമുക്ക് ലീലാമ്മ തന്നിരിക്കുന്നു. എന്ന് മാത്രമല്ല ഹരിനാമകീർത്തനം, ജ്ഞാനപ്പാന, ഇതൊക്കെ P ലീലയുടെ ശബ്ദത്തിൽ നമ്മൾ ഇപ്പോഴും കേൾക്കുന്നു, വളരെ ആസ്വാദ്യകരമായി കേൾക്കുന്നു. അപ്പോൾ അങ്ങനെ P ലീല മലയാളത്തിൽ ഒരുപക്ഷെ ആദ്യത്തെ പ്രസിദ്ധയായി മാറുന്ന ഗായിക P ലീലയാണ്. അങ്ങനെ പാട്ടുകൾ 48 പാട്ടുകൾ. ഇതിനിടെ ശ്രദ്ധിക്കാനുള്ളത് 41 മുതൽ 47 വരെ മലയാളത്തിൽ സിനിമയുണ്ടായില്ല, അതുകൊണ്ട് തന്നെ പാട്ടുമുണ്ടായില്ല. പിന്നീട് പക്ഷേ ഇങ്ങനെ ഇതിലെ പാട്ടുകൾ ഇങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിലും പാട്ടുകൾ, നമ്മൾ ഓർക്കുന്ന പാട്ടുകൾ, മലയാള ചലച്ചിത്ര ഗാനങ്ങൾ വരുന്നത് 1954
1954 വന്ന ഒരു സിനിമയും ആ സിനിമയിലെ 8 പാട്ടും മലയാള ചലച്ചിത്ര ഗാന ശാഖ എന്ന് പറയുന്ന ഒരു ശാഖയ്ക്ക് തുടക്കം കുറിക്കുകയാണ്. അപ്പോൾ അടുത്ത മൈൽ സ്റ്റോൺ, നാഴികക്കല്ല് വരുന്നത് 1954 ആ സിനിമയ്ക്കും ഒരു മൈൽ സ്റ്റോൺ ആയിരുന്നു, പാട്ടുകൾക്കും ഒരു മൈൽ സ്റ്റോൺ ആയിരുന്നു. ഏതാണ് സിനിമയെന്ന് ഓർക്കുന്നുണ്ടോ? നീലക്കുയിൽ എന്നായിരുന്നു ആ സിനിമയുടെ പേര്. നീലക്കുയിൽ എന്ന് പറയുന്ന സിനിമ ഇന്നും അതിൻ്റെ പ്രമേയപരമായി വളരെ പ്രസക്തമായൊരു സിനിമയാണ്. നിങ്ങളത് ഇതിൽ യൂട്യൂബിൽ കിട്ടും, നോക്കുക. വളരെ ഇന്നും ചർച്ച ചെയ്യപ്പെടുന്ന, അല്ലെ ഇന്നും പത്രങ്ങളിലും മാധ്യമങ്ങളിലും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന പല വിഷയങ്ങളോടും വളരെ ദീർഘവീക്ഷണത്തോടു കൂടി ഭാസ്കരൻ മാസ്റ്ററെ പോലെ ഒരാൾ, അല്ലെങ്കിൽ രാമു കാര്യേട്ടനെ പോലെ ഒരാൾ, ഇല്ലെങ്കിൽ അതിൻ്റെ കഥയും തിരക്കഥയും സംഭാഷണവും എഴുതിയ ഉറൂബിനെ പോലെ ഒരാൾ എങ്ങനെയാണ് പ്രതികരിച്ചത് എന്നുള്ളതിൻ്റെ ഒരു വലിയ ഉദാഹരണമാണ് നീലക്കുയിൽ. അതിലെ പ്രമേയം അങ്ങനെ ഒരു പ്രമേയമാണ്. അതിനെക്കുറിച്ചൊന്നും ഞാൻ വിശദീകരിക്കുന്നില്ല. അതിൽ 9 പാട്ടാണ്. അതിൽ ഒരെണ്ണം പാരമ്പര്യ കീർത്തനമാണ്, പോയിട്ട് 8 പാട്ട്. ഈ 8 പാട്ടും എഴുതിയത് അതിൻ്റെ സംവിധായകൻ കൂടിയായ, അല്ലെങ്കിൽ സംവിധായകരിൽ ഒരാൾ കൂടിയായ ഭാസ്കരൻ മാസ്റ്ററാണ്. പാട്ടുകൾ നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. ഞാൻ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മ വരും. ആ പാട്ടാണ് മലയാളത്തിലെ ഇന്ന് കാണുന്ന എന്നുള്ളത് പ്രസക്തമാണെന്നുള്ളത് അണ്ടർലൈനാണ്. കാരണം ഇന്ന് പാട്ടുകൾക്ക് വലിയ മാറ്റങ്ങൾ സംഭവിച്ചു പുതിയ കാലത്ത്. എങ്കിലും നമ്മളുടെ പാട്ട് പാരമ്പര്യത്തിൻ്റെ തുടർച്ചയ്ക്ക് തുടക്കം കുറിച്ചത് ആ പാട്ടാണ്. പാട്ടിനെക്കുറിച്ച് ഗവേഷണം ചെയ്തിരിക്കുന്നവർ പറയുന്നത് അതിന് മുമ്പ് 462 പാട്ട് വന്നു. പക്ഷേ ഈ 463-ാമത്തെ പാട്ട് മുതലാണ് നമ്മളിപ്പോഴും പാടി നടക്കുന്ന പാട്ടുകൾ ഉണ്ടായത്. ആ പാട്ട് ഏത് പാട്ടാണെന്ന് ഓർമ്മയുണ്ടോ? എല്ലാവരും ചൊല്ലണ്, എല്ലാവരും ചൊല്ലണ്. ആരും പാടുന്നില്ല. എല്ലാവരും ചൊല്ലണ്, എല്ലാവരും ചൊല്ലണ്, കല്ലാണി നെഞ്ചിലെന്ന്, കരിങ്കല്ലാണി നെഞ്ചിലെന്ന്. ഞാനൊന്ന് തൊട്ടപ്പോൾ നീലക്കരിമ്പിൻ്റെ തുണ്ടാണ് കണ്ടത് എന്നൊക്കെയുള്ള പാട്ടെന്ന് വരികൾ നിങ്ങൾക്കറിയാം. അപ്പം അത്രയും മനോഹരമായൊരു പാട്ട്. ആ പാട്ടിൽ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്, ഭാരതത്തിൻ പൊൻവിളക്കാം കേരള മേദിനി ദേവി ചാരുതര ഗുണാരാമ രാജിതയല്ലോ എന്നുള്ള ആദ്യത്തെ പാട്ടിൽ നിന്നും പാട്ടിൻ്റെ ഭാഷ എങ്ങനെ മാറുന്നു എന്നുള്ളതൊരു പ്രധാന പഠനമാണ്, അല്ലെങ്കിൽ ഒരു പഠന വിഷയമാണ്. എങ്ങനെയാണ് ആ പാട്ട് മാറിയിരിക്കുന്നത്, അല്ലെങ്കിൽ ഭാഷ മാറിയിരിക്കുന്നത്? എല്ലാവരും ചൊല്ലണ്. മനുഷ്യൻ, അതായത് സാധാരണക്കാരന്, സമൂഹത്തിലെ ഏറ്റവും താഴെത്തട്ടിലുള്ളവർക്ക് പാടാൻ കഴിയുന്ന തരത്തിൽ പാട്ടിൻ്റെ ഭാഷ മാറിയിരിക്കുന്നു. ആ പാട്ടിൻ്റെ ഭാവം മാറിയിരിക്കുന്നു. ആ പാട്ടിൻ്റെ വികാരം മാറിയിരിക്കുന്നു. സാധാരണക്കാരൻ, അല്ലെങ്കിൽ ആ സിനിമയുമായി റിലേറ്റ് ചെയ്ത് പറഞ്ഞാൽ അതിലേറ്റവും സ്വപ്നം കാണാൻ വിധിക്കപ്പെടാതിരുന്ന ഒരു കീഴാള സമൂഹത്തിലെ പെൺകുട്ടിക്ക് സ്വപ്നം കാണാനുള്ള ഫ്രീഡം, സ്വാതന്ത്ര്യം കൊടുക്കുന്നു ആ പാട്ട്. അതാണ് ആ പാട്ടിന്. അപ്പോൾ ആ പാട്ട് എങ്ങനെയാണ് നമ്മുടെ സാമൂഹ്യ ഘടനകളെ, അല്ലെങ്കിൽ നമ്മുടെ സാമൂഹ്യ സ്ഥിതികളെ എങ്ങനെയാണ് പാട്ടുകൾ, പ്രത്യേകിച്ച് ചലച്ചിത്ര ഗാനങ്ങൾ റിലേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ മാറ്റിയെടുക്കുന്നത് എന്നുള്ളത്. അപ്പോൾ പാട്ടിൻ്റെ ഭാഷയെ തന്നെ, പാട്ടിൻ്റെ ഭാവത്തെ തന്നെ, പാട്ടിൻ്റെ വികാരത്തെ തന്നെ, പാട്ട് സമൂഹത്തോട് ചെലുത്തുന്ന പ്രതിബദ്ധതയെ തന്നെ എങ്ങനെയാണ് മാറ്റുന്നത് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് എല്ലാവരും ചൊല്ലണം എന്നുള്ള പാട്ട്. അതിൽ വേറെയുമുണ്ട് മനോഹരമായ പാട്ട്, ഓർക്കുന്നുണ്ടോ? അതിൽ അവിടോട്ട് വരുന്നതിന് മുമ്പ് 1-2 പാട്ടുകൂടെ പറയാം. അങ്ങനെന്നും വിളിക്കത്തില്ല, ഇങ്ങനെന്നും വിളിക്കത്തില്ല, അങ്ങനൊരു പാട്ടുണ്ടല്ലോ. അതാണ്. മാനെന്നും വിളിക്കില്ല, മയിലെന്നും വിളിക്കില്ല, മാനത്തിൻ മടി വിളക്കേ, നിന്നെ ഞാൻ മാടത്തിൻ മണി വിളക്കേ. നമുക്കെല്ലാം അറിയാവുന്ന പാട്ടാണ്, വളരെ പ്രസിദ്ധമായ പാട്ടാണ്. ഇനിയുമുണ്ടല്ലോ മനോഹരമായ മറ്റൊരു പാട്ട് കൂടിയുണ്ട്, വളരെ പ്രസിദ്ധമായ പാട്ടാണ്. കുയിലിനെ തേടി കുതിച്ചു പായും മാര.
പട്ടുക്കുപ്പായക്കാര നിന്നോടു ഞാനൊരു ചോദിക്കാം, ഞാനൊരു കിന്നാരം ചോദിക്കാം. നോക്കൂ, കിന്നാരം, ഈ വാക്കുകളൊക്കെ സംസ്കൃത വാക്കുകളിൽ നിന്ന് നാടിൻ്റെ വാക്കുകളിലേക്കുള്ള ഒരു പകർച്ച കൂടിയാണിത്. കിന്നാരം ചോദിക്കാം, അതുപോലെ പൂണാരം, ഇങ്ങനെയൊക്കെയുള്ള വാക്കുകൾ നമ്മുടെ ഭാഷയിലേക്ക് വരുന്നു. അതായത് നമ്മൾ ഇതൊന്നും എന്താണ് ഉദാത്തമല്ല എന്ന് കരുതി മാറ്റി നിർത്തിയിരുന്ന വാക്കുകളെ ഈ നമ്മുടെ ഭാഷയിലേക്ക് കൊണ്ടുവരികയാണ് സിനിമാ പാട്ടുകൾ. അങ്ങനെ ആ പാട്ട്. പിന്നെ കോഴിക്കോട് അബ്ദുൽ ഖാദർ മാഷെ ഏറ്റവും പ്രസിദ്ധനാക്കി മാറ്റിയ പാട്ട്, എങ്ങനെ നീ മറക്കും കുയിലേ, എങ്ങനെ നീ മറക്കും എന്നുള്ള പാട്ട്. അതിൽ തന്നെ ശ്രദ്ധിച്ചാൽ അറിയാം, കൃഷി, കാർഷിക സംസ്കാരത്തെ എങ്ങനെയാണ് ഒരു പെൺകുട്ടിയുടെ വളർച്ചയുമായി കണക്ട് ചെയ്യുന്നത്. എങ്ങനെയാണ്? പാടം പച്ചച്ച, ഈ വരികൾ നിങ്ങൾ പാടിയെങ്കിൽ എനിക്ക്, പാവാടയിട്ടപ്പോ പാവം നീ എത്ര മേൽപോട്ടു പൊന്തി, എന്തൊരു ദാഹം എന്തൊരു വേഗം, എന്തൊരു തീരാത്ത തീരാത്ത ശോകം, എങ്ങനെ അങ്ങനെ അങ്ങനെ ആ പാട്ടുകൾ. ഇതെല്ലാം നോക്കൂ, വളരെ സിമ്പിളായ വാക്കുകൾ, ലളിതമായ വാക്കുകൾ, നമുക്ക് ചുറ്റുമുള്ള വാക്കുകളാണ് ഉപയോഗിക്കുന്നത്. പിന്നീട് നിങ്ങൾ പറഞ്ഞ പാട്ട്, കായലരികത്ത് വലയെറിഞ്ഞപ്പോൾ വളകിലുക്കിയ സുന്ദരി, അത് രാഘവ മാസ്റ്റർ തന്നെയാണ് പാടുന്നത്. അതിൻ്റെ മ്യൂസിക് ഡയറക്ടർ, സംഗീത സംവിധായകൻ രാഘവ മാസ്റ്റർ തന്നെയാണ് പാടുന്നത്. യഥാർത്ഥത്തിൽ അത് രാഘവ മാസ്റ്റർ ആയിരുന്നില്ല ആദ്യം പാടിയത്, സിനിമയ്ക്ക് വേണ്ടി മറ്റൊരാളെ കൊണ്ടാണ് പാടിച്ചത്. പക്ഷെ ആ പാട്ട് കേട്ട നിർമ്മാതാവ് ആ പാട്ടിൻ്റെ ഭാവം പൂർണ്ണമായി വന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ടാണ് സംഗീത സംവിധായകനോട് പാടാൻ ആവശ്യപ്പെടുക. അദ്ദേഹം പാടിയപ്പം നിങ്ങൾ പാടിയാൽ മതി എന്ന് പറഞ്ഞിട്ട് രാഘവ മാസ്റ്ററെ കൊണ്ടത് രണ്ടാമത് പാടിക്കുകയും ചെയ്യുന്നത്. അത് വലിയ ഹിറ്റായി. ആ പാട്ട് നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഒരു മുസ്ലിം കഥാപാത്രമാണ് ആ പാട്ട് പാടുന്നത്. ഇരിക്കുന്ന ഇടം എന്ന് പറയുന്നത് ഒരു നായരുടെ കാപ്പിക്കടയിലിരുന്നാണ്, ഒരു ചായക്കടയിലിരുന്നാണ് അത് പാടുന്നത്. അപ്പോൾ അത്രയേറെ പുരോഗമന സ്വഭാവം അതിൻ്റെ ദൃശ്യാവിഷ്കാരത്തിലൊക്കെ സംവിധായകർ പുലർത്തി. ഇന്നാണെങ്കിൽ അങ്ങനെ ഒരു ധൈര്യമൊന്നും വരില്ല എന്നുള്ളതാണ്. അപ്പോൾ കായലരികത്ത് വലയെറിഞ്ഞപ്പോൾ വളകിലൂക്കിയ സുന്ദരി, പെണ്ണു കെട്ടിന് കുറിയെടുക്കുമ്പോൾ ഒരു നറുക്കിനു ചേർക്കണേ. ആ പാട്ട് എന്തായാലും നിങ്ങൾക്ക് അറിയാമായിരിക്കും, നമുക്കൊന്നിച്ച് പാടായാലോ. കായലരികത്ത് വലയെറിഞ്ഞപ്പോൾ വളകിലൂക്കിയ പെണ്ണ് കെട്ടിന് കുറിയെടുക്കുമ്പോൾ ഒരു നറുക്കിനു ചേർക്കണേ. എല്ലാവർക്കും അറിയാവുന്ന പാട്ട്. അപ്പം അങ്ങനെ നീലക്കുയിലിലെ പാട്ടുകളിലൂടെ ഒരു പുതിയ സംസ്കാരവും ഒരു പുതിയ ഗാനചരിത്രവുമാണ് മലയാളത്തിലുണ്ടാകുന്നത്. അങ്ങനെ 54 മുതൽ പാട്ടുകൾ ഇങ്ങനെ ഇപ്പോൾ കാണുന്ന രീതിയിൽ ഒഴുകുകയാണ്. ഇതിലേറ്റവും കൗതുകകരമായ ചില കാര്യം കൂടിയുണ്ട്, അതുകൂടെ പറഞ്ഞിട്ട് അടുത്തതിലേക്ക് പോവാം. ആദ്യ സിനിമയിലെ കാര്യം ഞാൻ പറഞ്ഞു, സംസ്കൃതബദ്ധമായ വാക്കുകൾ ഉപയോഗിച്ചിരുന്നുവെന്ന്. സംസ്കൃതം മാത്രമല്ല, ഇംഗ്ലീഷ് വാക്കുകളിൽ പാട്ടുണ്ടായിരുന്നു. അതിൽ ഷോക്ക് 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 എന്ന് പറഞ്ഞൊരു പാട്ടുണ്ടായിരുന്നു ആദ്യത്തെ സിനിമയിൽ. അയ്യ എന്ന് അവസാനിക്കുന്ന തരത്തിൽ തമിഴ് വാക്കുകൾ ഉപയോഗിച്ചിരുന്നു. അപ്പോൾ വൈവിധ്യമാർന്ന ഭാഷയിലെ വാക്കുകളുടെ ഒരു സമ്മേളനം കൂടിയായിരുന്നു നമ്മുടെ ആദ്യ കാലഘട്ടത്തിലെ പാട്ടുകൾ. അങ്ങനെ പാട്ട് വരുന്നു, 54 പാട്ട് വരുന്നു. 55 ONV കുറുപ്പ് സാറ് ഗാനരചന രംഗത്തേക്ക് വരുന്നു. പലരും വയലാർ സാറാണ് ആദ്യം വന്നതെന്ന് കരുതും. അദ്ദേഹം പാട്ടുകൾ എഴുതിയിരുന്നു എന്ന് പറയപ്പെടുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ, വയലാർ സാറിൻ്റെ പാട്ടുകൾ ഇറങ്ങിയത് 56-ലാണ്. 55 ONV സാറിൻ്റെ കാലം മാറുന്നു എന്ന സിനിമയിലെ പാട്ടുകൾ വന്നു. അപ്പോൾ ഇതിന് ഇടയിലൊരു പരസ്പരം ബന്ധിപ്പിക്കുന്ന പാട്ടുകൾ തമ്മിലുള്ള ചില റിലേഷൻസൂടെ ഞാൻ പറഞ്ഞിട്ട് അതിലേക്ക് പോവാം.
അത് അക്കാലഘട്ടത്തിൽ നാടകഗാനങ്ങൾ വളരെ പ്രസിദ്ധങ്ങളായിരുന്നു. നിങ്ങൾ ഓർക്കണം, നാടകങ്ങളായിരുന്നു അന്ന് സാമൂഹ്യ പരിവർത്തനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉപാധികളായി, ആശയപ്രചരണത്തിനുള്ള ഉപാധികളായി ഒക്കെ നമ്മൾ കണ്ടിരുന്നത് നാടകങ്ങളെയാണ്. മധ്യ കേരളത്തിൽ KPAC സ്ഥാപിച്ചാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ പ്രചാരണം നടത്തിയത്. അപ്പോൾ അതിലെ നാടകങ്ങൾ, പ്രത്യേകിച്ച് രണ്ടാമത്തെ നാടകമായ നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി, അതിലൊക്കെ അതിമനോഹരമായ 26 പാട്ടുണ്ടായിരുന്നു. നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കിയത് അതെല്ലാം എഴുതിയത് ONV കുറുപ്പ് സാറാണ്. ONV കുറുപ്പ് സാറാണ് അതെല്ലാം എഴുതിയത്. ദേവരാജൻ മാസ്റ്ററാണ് അതെല്ലാം ട്യൂൺ ചെയ്തത്. അതിൽ എല്ലാ പാട്ടുകളും ഹിറ്റല്ലെങ്കിലും ചില പാട്ടുകൾ നമ്മൾ ഓർത്തിരിക്കും. പ്രത്യേകിച്ച് അതിൽ ഏറ്റവും പ്രസിദ്ധമായ പാട്ട് ഏതാണ്? പൊന്നരിവാളം വെളിയിൽ കണ്ണെറിയുന്നോളെ, ആ മരത്തിൻ പൂന്തണലിൽ വാടി നിൽക്കുന്നോളെ. പൊന്നരിവാളം വെളിയിൽ കണ്ണെറിയുന്നോളെ, ആ മരത്തിൻ പൂന്തണലിൽ വാടി നിൽക്കുന്നോളെ, വാടി നിൽക്കുന്നോളെ. ONV സാർ എഴുതിയ പാട്ടാണ്. അതിൽ തന്നെ വെള്ളാരം കുന്നിലേ പൊന്മുളം കാട്ടിലേ പുല്ലാങ്കുഴലൂതും കാറ്റേവാ, വളരെ സുന്ദരമായ പാട്ടുകൾ. മൂളിപ്പാട്ടുമായി തമ്പ്രാൻ വന്നാൽ ചൂളാതങ്ങനെ നിൽക്കടി പെണ്ണെ എന്നൊക്കെ ഉള്ള കർഷക തൊഴിലാളി പെൺകുട്ടികൾക്കുള്ള ആഹ്വാനങ്ങളും ഒക്കെ ആ പാട്ടിലുണ്ട്. അപ്പം വളരെ മനോഹരമായ ഒരുപാട് പലതരത്തിലുള്ള ആശയങ്ങൾ അവതരിപ്പിക്കുന്നൊരു പാട്ട്. ഈ പാട്ടുകളെല്ലാം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കറിയാം, അതെല്ലാം വളരെ സിമ്പിൾ ലാംഗ്വേജാണ്. ഏറ്റവും താഴെത്തട്ടിലുള്ള മനുഷ്യർക്ക് മനസ്സിലാകുന്ന തരത്തിലുള്ള വാക്കുകളാണ്. ഈ കാലഘട്ടത്തിൽ വന്ന നാടക ഗാനങ്ങളിലെ പാട്ടുകളുടെ ഭാഷയാണ്. 52-ലാണ് ഈ പാട്ടുകൾ വരുന്നത്, KPACയുടെ പാട്ടുകൾ. ആ പാട്ടുകളാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ചലച്ചിത്ര ഗാനങ്ങളിലേക്ക് സംക്രമിക്കുകയും ചലച്ചിത്ര ഗാനങ്ങളുടെ ഭാഷയ്ക്ക് ഏറ്റവും സാധാരണക്കാരുടേതായ ഒരു ഭാഷാ സ്വരൂപത്തിലേക്കത് പരിവർത്തനപ്പെടുത്തുകയും ചെയ്തത് നാടകഗാനങ്ങൾക്ക്. ആ നാടകഗാനങ്ങളിലെ പാട്ടുഭാഷയ്ക്കൊരു വലിയ പങ്കുണ്ട്. അതുകൂടി ഞാൻ ഒന്ന് സന്ദർഭവശാൽ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ പാട്ടുകൾ പിന്നെയും മുന്നോട്ടൊഴുകുന്നു. 55-ൽ ONV സാർ വരുന്നു. KPACയിൽ വളരെ പ്രസിദ്ധമായ ഒരു ജോഡിയാണ്. 5 പേരാണ് ഒന്നിച്ച് സിനിമയിലേക്ക് വരുന്നത്, കാലം മാറുന്നു എന്ന് പറയുന്നത്. അതിൽ 4 പേർ വളരെ പ്രസിദ്ധരായി മാറി. ONV സാർ രചന, ദേവരാജൻ മാസ്റ്റർ സംഗീതം, KS ജോർജ് അദ്ദേഹത്തിൻ്റെ ആലാപനം, KPAC സുലോചന അവരുടെ ആലാപനം. അങ്ങനെ 4. അതാണ് ആ മലർ പൊയ്കയിലാടിക്കളിക്കുന്നോരോ മനത്താമരപ്പൂവേ എന്നുള്ള പാട്ട്. ആ പാട്ടാണ് ആദ്യമായി ഇവരെ 4 പേര് ഒന്നിച്ചു വരുന്ന പാട്ട്. അത് കഴിഞ്ഞ് 55-ൽ തിരുനയനാർ കുറിച്ച് മാധവൻ നായരെ പോലെയുള്ള ഗാനരചയിതാക്കൾ നമുക്കുണ്ട് മലയാളത്തിൽ. ഏതായിരുന്നു പ്രസിദ്ധമായ പാട്ട്? തിരുനയനാർ കുറിച്ച് മാധവൻ നായരുടെ പാട്ട്. നമ്മൾ ഈ പാട്ടെല്ലാം കേട്ടിട്ടുണ്ട്, പക്ഷേ ഈ പാട്ടിൻ്റെ ചരിത്രങ്ങളാണ് നമ്മൾ അറിയാതെ പോകുന്നത്. തിരുനയനാർ എഴുതിയ പ്രസിദ്ധമായ പാട്ട്, 2 പാട്ട് ഏറ്റവും പ്രസിദ്ധമാണ്. ഒന്ന് ആത്മവിദ്യാലയമേ അവനിയിലാത്മവിദ്യാലയമേ എന്നുള്ള പാട്ട്. അതിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം. നോക്കൂ, എന്തുവാ വലിയ ദാർശനികതയാണ്. തിലകം ചാർത്തി ചികിയുമഴകായി പല നാൾ പോറ്റിയ പുണ്യശിരസേ എന്നുള്ള പ്രയോഗങ്ങളൊക്കെ ഓർക്കണം. മനുഷ്യൻ എത്ര നിസ്സാരനാണ് എന്നുള്ള ദർശനമൊക്കെ അവതരിപ്പിക്കുന്ന ആ പാട്ട്. അദ്ദേഹം തന്നെ എഴുതിയ ഈശ്വര ചിന്തയിതൊന്നേ മനുജന് ശാശ്വതമേ ഉലകിൽ എന്നുള്ള പാട്ട്. ഈ 2 പാട്ടുകളും ബ്രദർ ലക്ഷ്മണാണ് സംഗീതം ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഈ പാട്ടുകളൊക്കെ വരുന്നു. 56-ൽ വയലാർ സാർ വരുന്നു. സാക്ഷാൽ വയലാർ രാമവർമ്മ അദ്ദേഹം വരുന്നു. അദ്ദേഹം വന്നു. അദ്ദേഹം കൂടപ്പിറപ്പ് എന്ന് പറയുന്ന സിനിമയിലൂടെയാണ് വരുന്നത്. അതിന് മുമ്പ് അദ്ദേഹം ഒരു സിനിമയിൽ എഴുതിയിട്ടുണ്ടെന്ന് പറയുന്നു, നമുക്കറിയില്ല. നമ്മൾ കേട്ട പാട്ട്
സിനിമയിൽ അദ്ദേഹം എഴുതിയ പാട്ട് കൂടപ്പിറപ്പിലെ ആദ്യം മണിവർണ്ണനെ കണ്ടു ഞാൻ എന്ന് പറയുന്ന പാട്ടാണ് എഴുതിയതെങ്കിലും ശ്രദ്ധിക്കപ്പെട്ട പാട്ട് തുമ്പി തുമ്പി വാവാ ഈ തുമ്പത്തണലിൽ വാവാ തുമ്പത്തണലിൽ വാവാ എന്ന് പറയുന്ന പാട്ടാണ് ശ്രദ്ധിക്കപ്പെടുന്നത്. പക്ഷേ അദ്ദേഹം എഴുതി പിറ്റേ ദിവസം മുതൽ വയലാറിൻ്റെ ഒരു ജൈത്രയാത്രയൊന്നും ആയിരുന്നില്ല. അദ്ദേഹത്തിന് പിന്നൊരു പാട്ട് കിട്ടാൻ 3-4 വർഷം കഴിഞ്ഞാണ് കിട്ടുന്നത്. അങ്ങനെ വയലാർ സാറ് വരുന്നു. അങ്ങനെ പുതിയ ഗാനരചയിതാക്കൾ രാഘവൻ മാസ്റ്റർ, ദക്ഷിണാമൂർത്തി സ്വാമി, അങ്ങനെ ഒരു തലമുറയുടെ സംഗീത സംവിധാനം, AM രാജ, PB ശ്രീനിവാസ്, അതുപോലെ ഉദയഭാനു സാറ്, ഇങ്ങനെ ഒരു കമുകറ പുരുഷോത്തമൻ, അവരൊക്കെ ഒരു ആലാപന വിഭാഗം. അങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് പുതിയൊരു ശബ്ദം മലയാളത്തിലേക്ക് വരുന്നത്. കൃത്യമായി പറഞ്ഞാൽ 1962 വന്ന ഒരു സിനിമയിലാണ് ആ ശബ്ദം മലയാളി ആദ്യമായി കേട്ടത്. കൃത്യമായി പറഞ്ഞാൽ അത് റെക്കോർഡ് ചെയ്തത് 1961 നവംബർ 14 ശിശുദിനത്തിൻ്റെ ദിവസം. അങ്ങനെ 1961 നവംബർ 14 4 വരി ശ്ലോകം റെക്കോർഡ് ചെയ്ത് ആരംഭിച്ച ശബ്ദത്തിൻ്റെ പ്രയാണം ഇന്ന് അദ്ദേഹത്തിൻ്റെ 86ാം ജന്മദിനമാണ്. KJ യേശുദാസ് എന്ന് പറയുന്ന മലയാളി കണ്ട അല്ലെങ്കിൽ മലയാളം കണ്ട ഏറ്റവും പ്രസിദ്ധനായ മലയാളിയുടെ ഗായകൻ്റെ ജന്മദിനമാണ്. ശ്രീനാരായണ ഗുരുദേവൻ്റെ 4 വരിയാണ് അദ്ദേഹം ആദ്യം പാടുന്നത്. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത് എന്നുള്ള പ്രസിദ്ധമായ വരികൾ. MB ശ്രീനിവാസനായിരുന്നു അതിൻ്റെ സംഗീതം. അദ്ദേഹം ഈ യേശുദാസ് ഗായകനായതിലൊക്കെ ഒരുപാട് കഥകളുണ്ട്. എല്ലാ കഥയും നമുക്ക് പറയാൻ സമയമില്ല. എങ്കിലും അദ്ദേഹം പാട്ട് അന്വേഷിച്ച് അലഞ്ഞ് ചെന്നൈയിൽ ചെല്ലുന്നു. ചെന്നൈയിൽ അലഞ്ഞ് പലരെയും കാണുന്നു. അങ്ങനെ അവസാനമാണ് ഇതിൽ മറ്റൊരു പാട്ടിനാണ് ആദ്യം സെലക്ട് ചെയ്തത്. മറ്റൊരു പാട്ട് പാടാൻ വേണ്ടിയാണ് യേശുദാസിനെ ആദ്യം സെലക്ട് ചെയ്യുന്നത്. അങ്ങനെ സെലക്ട് ചെയ്തു. അദ്ദേഹത്തിന് അന്ന് പാടാൻ കഴിയുന്നില്ല, പനിയായതിനാൽ പാടാൻ കഴിയുന്നില്ല. അവസാനമാണ് ഈ ശ്ലോകം ചൊല്ലി പോകാൻ തീരുമാനിക്കുന്നത്. ശ്ലോകം ചൊല്ലിക്കഴിഞ്ഞപ്പോൾ ഒരാഴ്ച കാത്തിരുന്നാൽ ഒരു പാട്ടുകൂടെ, ഒരു യുഗ്മഗാനം കൂടി പാടിക്കാമെന്ന് പറയുന്നു. അങ്ങനെ ആ യുഗ്മഗാനത്തിനായി അദ്ദേഹം കാത്തിരിക്കുന്നു. ഒരു പ്രശ്നം, അദ്ദേഹത്തിൻ്റെ അന്ന് ഗായകനും ഗായികയും സംഗീത ഉപകരണങ്ങളും എല്ലാം ഒന്നിച്ചാണ് വായിക്കുന്നത്. അല്ല ഇന്നത്തെ പോലെ പഞ്ച് ചെയ്തെടുക്കുന്ന രീതിയല്ല. അപ്പോൾ യേശുദാസ് എന്ന് പറയുന്ന ഗായകനോടൊപ്പം പാടാൻ അന്നത്തെ ഗായികമാർ തയ്യാറാവുന്നില്ല, പുതിയ പയ്യനാണെന്ന് പറഞ്ഞിട്ട്. ശാന്ത P നായരാണ് ഞാൻ പാടാം, ആ കുട്ടിയോടൊപ്പം ഞാൻ പാടാം എന്ന് പറഞ്ഞിട്ട് തയ്യാറാകുന്നതും അറ്റൻഷൻ പെണ്ണെ എന്ന് പറയുന്ന പാട്ട് പാടുകയും ചെയ്യുന്നത്. അങ്ങനെ ഒരു യുഗ്മഗാനവും ഈ ശ്ലോകവും പാടിയിട്ടാണ് യേശുദാസ് മടങ്ങുന്നത്. പിന്നീട് അദ്ദേഹം വീണ്ടും അന്വേഷണങ്ങളും അലച്ചിലുകളുമായി വീണ്ടും മദ്രാസിയിൽ നടക്കുന്നു. ഒടുവിൽ 1965 പുറത്തു വന്ന ഒരു സിനിമയിൽ ഒരു പാട്ട് പാടുന്നു. അതിൻ്റെയൊക്കെ കൊച്ചു 3-ാമത്തെയോ 4-ാമത്തെയോ ഒക്കെ പാട്ടുകൾ അദ്ദേഹം പാടുന്നുണ്ട്. പക്ഷെ യേശുദാസ് എന്ന് പറയുന്ന ഒരു ഗായകനെ മഹാഗായകനാക്കി മാറ്റിയ പാട്ട് ഇതുപോലെ തന്നെ ഒരു പനിയിൽ നിന്ന് അദ്ദേഹത്തിന് കിട്ടിയതാണ്. അത് പാടാൻ മറ്റൊരാളെയാണ് പാടാൻ വെച്ചിരുന്നത്. അത് പാടാനായി ഫൈനൽ റിഹേഴ്സൽ ദിവസം ഈ ഗായകന് പാടാൻ കഴിയുന്നില്ല, അദ്ദേഹത്തിന് പനി. അപ്പോൾ എന്തു ചെയ്യും? റെക്കോർഡിംഗ് സ്റ്റുഡിയോ ബുക്ക് ചെയ്തിരിക്കുകയാണ്. ഒടുവിൽ മറ്റൊരു ഗായകനെ കൊണ്ട് പാടിക്കാൻ തീരുമാനിക്കുന്നു. അപ്പോൾ അത് ആര് പാടും? അപ്പോൾ ആ സിനിമയിലെ 3-ാമത്തെയോ 4-ാമത്തെയോ പാട്ട് പാടി 12 രൂപ പ്രതിഫലം വാങ്ങിച്ച് പോകാൻ നിൽക്കുന്ന യേശുദാസിനെ വിളിക്കുന്നു. യേശുദാസിനോട് പാടാൻ ആവശ്യപ്പെടുന്നു. അദ്ദേഹം അത് സമ്മതിക്കുന്നില്ല, നിരസിക്കുന്നു. കാരണം അന്ന് ഈ പാട്ട് പാടാൻ ഇരിക്കുന്നയാൾ യേശുദാസിനേക്കാൾ വലിയ ഗായകനാണ് മലയാള സിനിമയിൽ. എന്ന് മാത്രമല്ല മറ്റൊരാളുടെ പാട്ട് വെട്ടിപ്പാടരുതെന്നുള്ള ചിലപ്പോൾ ഒരു നൈതികതയും അദ്ദേഹത്തിന് ഉണ്ടായിരിക്കാം, നമുക്കറിയില്ല. ഏതായാലും പാടാൻ തയ്യാറാവുന്നില്ല. ഒടുവിൽ ഈ ഗായകൻ തന്നെ, പാടാനിരുന്ന ഗായകൻ തന്നെ യേശുദാസിനോട് പറയുന്നു, ഒന്ന് പാടി സഹായിക്കണം അവരെ. അങ്ങനെയാണ് യേശുദാസ് ആ പാട്ട് പാടുന്നത്. ആ പാട്ട് മലയാളത്തിലെ ഏറ്റവും വലിയ ഹിറ്റുകളിൽ ഇന്നും
നിലനിൽക്കുന്ന ഏറ്റവും വലിയ ഹിറ്റുകളിലൊന്നായി മാറുന്നു. ആ പാട്ടാണ് അല്ലിയാമ്പൽ കടവിലന്നരയ്ക്കു വെള്ളം, അന്നു നമ്മളൊന്നായി തുഴഞ്ഞില്ലേ കൊതുമ്പു വള്ളം. നമ്മുടെ നെഞ്ചിലാകെ അനുരാഗ കരിക്കിൻ വെള്ളം, നമ്മുടെ നെഞ്ചിലാകെ അനുരാഗ കരിക്കിൻ വെള്ളം. ആ പാട്ട്. ആ വർഷം തന്നെ മറ്റൊരു പാട്ട് കൂടി യേശുദാസിൻ്റെ വളരെ പ്രസിദ്ധമായി വന്നു. ഒന്ന് ആലോചിക്കണം, അതും മറ്റൊരാൾക്ക് പാടാൻ വെച്ചിരുന്ന പാട്ടാണ്. തലത് മെഹബൂദ് എന്ന് പറയുന്ന ഗായകൻ പാടാനിരുന്ന പാട്ടാണ്, ബാബുരാജ് സാറിൻ്റെ പാട്ടാണ്. അദ്ദേഹം അതായത് തലത് മുഹമ്മൂദ് എത്താൻ കഴിയാത്തത് കൊണ്ട് യേശുദാസിനെ കൊണ്ട് പാടിക്കുന്നത്. അതും വളരെ സൂപ്പർ ഹിറ്റായി മാറി. ബാബുക്കയുടെ പാട്ടായിരുന്നു. ഏതാണെന്നോ അറിയാമോ? താമസമെന്തേ വരുവാ എന്നുള്ള പാട്ട്. ഈ രണ്ട് പാട്ട് ഒരു ഗായകനെ എങ്ങനെ മാറ്റിമറിച്ചു, അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ എങ്ങനെ മാറ്റിമറിച്ചു എന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അതൊരു ചരിത്രമാണ്. ഞാനത് വിശദീകരിക്കേണ്ട കാര്യമില്ല. യേശുദാസ് എങ്ങനെയാണ് ഒരു വലിയ ഗായകനായി മാറിയത്. പിന്നീട് അദ്ദേഹം തിരിഞ്ഞു നോക്കിയിട്ടില്ല. അങ്ങനെ യേശുദാസ് അദ്ദേഹത്തിൻ്റെ ഈ പിറന്നാൾ ദിവസം നമ്മളെല്ലാം അദ്ദേഹത്തിന് ഹാപ്പി ബർത്ത്ഡേ ആശംസിക്കുന്നു. അപ്പോൾ പുതിയ ഗായകൻ വരുന്നു, അദ്ദേഹം വലിയ ഗായകനായി മാറുന്നു. 66-ൽ വീണ്ടും ഒരു പ്രധാനപ്പെട്ട ഗാനരചയിതാവും ഒരു ഒരു ഗായകനും വരികയാണ്. സംഗീത സംവിധായകനുണ്ട്. എന്തെങ്കിലും ചോദിക്കണമെങ്കിൽ ചോദിക്കാം. അപ്പോൾ ഇതുകൂടെ പറഞ്ഞ് ഈ ഒരു പാട്ടിൻ്റെ കാര്യം കൂടെ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. അപ്പോൾ അത് ശ്രീകുമാരൻ തമ്പിയും പി ജയചന്ദ്രനുമായി. ഇന്നലെ അദ്ദേഹത്തിൻ്റെ 1-ാം ചരമവാർഷികമായിരുന്നു. ജയചന്ദ്രൻ സാറിൻ്റെ ചരമവാർഷികമായിരുന്നു ഇന്നലെ. അപ്പോൾ ശ്രീകുമാരൻ തമ്പി വരുന്നത് കാട്ടുമല്ലിക എന്ന് പറയുന്ന സിനിമയിലെ പാട്ടെഴുതിക്കൊണ്ടാണ്. അത് വന്ന കഥയൊക്കെ ഉണ്ട്, അത് പറയാൻ നേരമില്ല. താമരത്തോണിയിൽ താലോലമാടി താനേ തുഴഞ്ഞു വരും പെണ്ണെന്നുള്ള പാട്ടെഴുതിയാണ് അദ്ദേഹം വരുന്നത്. ജയചന്ദ്രൻ സാർ വരുന്നത് കളിത്തോഴൻ എന്ന് പറയുന്ന സിനിമയിലെ മഞ്ഞലയിൽ മുങ്ങിത്തോർത്തി ധനുമാസ ചന്ദ്രിക വന്നു നിന്നെ മാത്രം കണ്ടില്ലല്ലോ എന്നുള്ള പാട്ട് പാടിക്കൊണ്ടാണ്. ഇതൊക്കെ വളരെ കൗതുകകരമായ ഒരുപാട്. ജയചന്ദ്രൻ സാറും യാദൃച്ഛികമായാണ് അതിലേക്ക് വരുന്നത്. യഥാർത്ഥത്തിൽ യേശുദാസിൻ്റെ ഒരു പകരക്കാരനായാണ് അദ്ദേഹം വരുന്നത്. യേശുദാസിന് മദ്രാസിലെ 65-ൽ നടന്നൊരു ഗാനമേളയിൽ യേശുദാസിന് പകരം മദ്രാസിൽ നടന്നൊരു ഗാനമേളയിൽ പകരം പാടിയിട്ടാണ് ജയചന്ദ്രനെ ഈ കളിത്തോഴൻ അല്ലെങ്കിൽ അതിനു മുമ്പ് കുഞ്ഞാലി മരക്കാർ സിനിമയിലേക്ക് ക്ഷണിക്കുന്നത്. അതൊക്കെ ഭയങ്കര കൗതുകകരമായ കഥയാണ്. അതൊക്കെ നമുക്ക് ഇനിയൊരു അവസരത്തിൽ പറയാം. അങ്ങനെ ഇവർ രണ്ടുപേർ വരുന്നു. അപ്പോൾ അങ്ങനെ പുതിയ തലമുറയിലെ അല്ലെങ്കിൽ പുതിയ പാട്ടുകാർ, ഗാനരചയിതാക്കൾ, സംഗീത സംവിധായകർ ഇവരൊക്കെ വരുന്നു. അങ്ങനെ ഇന്നും അതൊരു വലിയ തുടർച്ചയാണ്. വയലാർ സാർ വലിയ ഗാനരചയിതാവായി മാറുന്നു. ONV സാർ ഗവൺമെൻറ് ഉദ്യോഗസ്ഥനായതുകൊണ്ട് അദ്ദേഹത്തിന് പാട്ടുകൾ എഴുതാനുള്ള റെസ്ട്രിക്ഷൻസ് വരുന്നു. അദ്ദേഹം കുറച്ച് പിൻവാങ്ങുന്നു. ഭാസ്കരൻ മാസ്റ്റർ നിർമ്മാണം, സംവിധാനം, ഇങ്ങനെയുള്ള തിരക്കുകൾക്കിടയിൽ ഗാനരചന കുറയുന്നു. അപ്പോൾ വയലാർ സാറ് സ്വാഭാവികമായും അദ്ദേഹത്തിൻ്റെ മികവ് കൊണ്ട് വളരെ പ്രസിദ്ധനായ ഗാനരചയിതാവായി മാറുന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ ഉദാത്തമായ ഗാനരചനാ രീതികൾ, പ്രയോഗങ്ങൾ, ഇതെല്ലാം ഒരുപാട് നമുക്ക് പറയാൻ കഴിയുന്നതാണ്. ആദ്യമായി മലയാളത്തിലേക്ക് ദേശീയ പുരസ്കാരം കൊണ്ടുവരുന്നു വയലാർ സാറ്. അതുപോലെ യേശുദാസ് ആദ്യമായി മികച്ച ഗായകനുള്ള ദേശീയ പുരസ്കാരം വാങ്ങിക്കുന്നു. അങ്ങനെ ഒരുപാട് സമ്പന്നമായ ചരിത്രം. അത് ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ സംസ്കാരത്തെയും നമ്മുടെ പൊതുബോധത്തെയും നമ്മുടെ ഭാഷയെയും നമ്മുടെ സാഹിത്യത്തെയും ഒക്കെ പരിവർത്തനപ്പെടുത്തിയ ഒരു ടൂൾ, ഉപകരണം എന്ന നിലയിൽ മലയാളം പാട്ടുകൾക്ക് വളരെ പ്രാധാന്യമുണ്ട്. അതിൽ ചില വഴിയോരങ്ങളിലൂടെ സഞ്ചരിച്ചു പോകുമ്പോൾ കാണുന്ന ചില അപൂർവ കഥകളോ അല്ലെങ്കിൽ സന്ദർഭങ്ങളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ പരിചയപ്പെടുത്തുകയാണ് ഞാൻ സാധാരണ ചെയ്യുന്നത്.
ഇപ്പോൾ വളരെ സമയക്കുറവായതുകൊണ്ട് നമുക്ക് ഇനിയൊരു അവസരത്തിൽ കൂടുതൽ വിശദമായി സംസാരിക്കാം. അപ്പോൾ എന്നെ വിളിച്ചതിലും ഇങ്ങനെ സംസാരിക്കാൻ കഴിഞ്ഞതിലുമുള്ള സന്തോഷം നിങ്ങളോട് പങ്കുവെക്കുന്നു. വിളിച്ചതിൽ കൽപ്പറ്റ നാരായണ മാഷ പ്രത്യേകം നന്ദി അറിയിക്കുന്നു. എല്ലാവരോടും നന്ദി പറയുന്നു. ഒരിക്കൽ കൂടി നന്ദി. എല്ലാവർക്കും നന്ദി. സമയബന്ധിതമായി നമുക്ക് ഈ പരിപാടി അവസാനിപ്പിക്കേണ്ടതിനാൽ പ്രേക്ഷകർക്ക് ആർക്കെങ്കിലും ചോദ്യങ്ങൾ, 1-2 ചോദ്യം അതിഥിയോട് ചോദിക്കാം. വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ മുന്നോട്ട് വരിക. നമസ്കാരം. സാറ് പറഞ്ഞപ്പോൾ കേരളത്തിലെ മലയാള സിനിമാ ഗാനങ്ങളിലേക്ക് കീഴാള സംജ്ഞകളും കീഴാള സങ്കല്പങ്ങളും വന്നു എന്ന് പറഞ്ഞല്ലോ. യഥാർത്ഥത്തിൽ മലയാളത്തിൻ്റെ ഗാനശാഖയുടെ ഉറവിടം ഫോക്ക് സോങ്ങുകളും കീഴാള സംജ്ഞകളും ഒക്കെ തന്നെയാണ്. അതൊരു പക്ഷേ മലയാള സിനിമാ ഗാനശാഖ ആരംഭിക്കുന്ന സമയത്ത് കുറെ കൂടി ബ്രാഹ്മണിക്കലായി തുടങ്ങിയത് കൊണ്ടായിരിക്കണം സാർ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. രണ്ടാമത്, അതിനുശേഷം ഇപ്പോൾ ഒരു തിരിച്ചുപോക്ക് വരുന്നുണ്ട്. ഒന്ന് വേടൻ്റെ വേർപ്പ് തുന്നിയിട്ട കുപ്പായം, അതും കൂടി ഒന്ന് പരാമർശിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു കുറേ കൂടി സാർത്ഥകമാവുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു. തീർച്ചയായും. ഞാനത് തുടക്കത്തിൽ തന്നെ പറഞ്ഞിരുന്നു. അതായത് ഏറ്റവും സാധാരണക്കാരായ ആളുകൾ അവരുടെ സ്വപ്നങ്ങളും അവരുടെ പ്രവർത്തികളുടെ അവരുടെ ജോലിയുടെ അധ്വാനത്തിൻ്റെ ലഘൂകരണത്തിനുമൊക്കെ വേണ്ടി അവരുടേതായ ഭാഷയിൽ അവരുടേതായ ആംഗിളുകളിൽ പാട്ടുകൾ പാടിയിരുന്നു എന്ന് ഞാൻ പറഞ്ഞിട്ടാണ് ഇതിലേക്ക് വന്നത്. അങ്ങ് പറഞ്ഞത് ശരിയാണ്. അതിനെ സിനിമയിലേക്ക്, പ്രത്യേകിച്ച് ഇങ്ങനെയൊരു പ്രാധാന്യമുള്ള ഒരു കാലഘട്ട സാമൂഹ്യ സാഹചര്യത്തിൽ അതിനെ സിനിമയിലേക്ക് കൊണ്ടുവന്നു എന്നുള്ളതാണ് വളരെ പ്രസക്തമായ കാര്യം. അതിന് പക്ഷേ വയലാറിൽ ആദ്യം തുമ്പി തുമ്പി വാവ എന്നെഴുതി അങ്ങനെയാണൊരു തുടർച്ച ഉണ്ടായതെങ്കിലും, പക്ഷേ വയലാർ സാർ പിന്നീട് ആ ബിംബങ്ങളൊക്കെ തന്നെ മാറ്റി. അതൊന്നും പറയാനുള്ള സമയമില്ല. അത് 5ാം ക്ലാസ് തോറ്റ ഒരു നായകനും വിപ്രലംഭ ശൃംഗാര നൃത്തമാടാൻ വരും അപ്സരസ്ത്രീ എന്നൊക്കെ പാടുന്ന തരത്തിലേക്ക് കൽപ്പനകൾ മാറിപ്പോയി. അത് അദ്ദേഹം പറഞ്ഞത് ശരിയാണ്. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ നമ്മുടെ പ്രസക്തമായ ഈ ഏറ്റവും പുതിയ കാലഘട്ടത്തിലെ പാട്ടുകൾ, പ്രത്യേകിച്ച് വേടൻ്റെ പാട്ടുകളിലെ ഈ വിയർപ്പ് തുന്നിയിട്ട കുപ്പായം എന്നുള്ളത് മനോഹരമായ ഒരു സങ്കല്പമാണ്, ഒരു കൽപ്പനയാണ്. അത് വിയർപ്പ് തുന്നിയിട്ട കുപ്പായം, അതിൻ നിറങ്ങൾ മങ്ങുകില്ല കട്ടായം എന്ന് പറഞ്ഞാൽ അധ്വാനിച്ചുണ്ടാക്കുന്നവൻ അത് അധ്വാനിച്ച് ഒരാൾ നേടുന്നതൊന്നും നിസ്സാരമായി അല്ലെങ്കിൽ അതിൻ്റെ പ്രഭ ഒരിക്കലും മങ്ങുകയില്ല എന്നുള്ള ഒരു വലിയ സാമൂഹിക ബോധത്തെയാണ് അത് അഭിസംബോധന ചെയ്യുന്നത്. അതിനെ നമ്മൾ നിസ്സാരവൽക്കരിച്ച് പലരും അപമാനിക്കുകയും അവഹേളിക്കുകയൊക്കെ ചെയ്യുന്നതാണ്. അത് വലിയൊരു കൽപ്പനയാണ്, വളരെ ഒരു കാഴ്ചപ്പാടാണ് എന്നുള്ളൊരു അഭിപ്രായമാണ് എനിക്കുള്ളത്. താങ്ക് യു. താങ്ക് യു സർ. വളരെ മനോഹരമായി കടത്തനാട് ലിറ്ററേച്ചർ ഫെസ്റ്റിൻ്റെ ഈ 3ാമത്തെ എഡിഷനിലേക്ക് എത്തി ഞങ്ങളോട് സംവദിച്ചതിന് ഈ പരിപാടിക്ക് ഔപചാരികമായി നന്ദി അറിയിക്കുന്നതിന് വേണ്ടി പ്രിയങ്കരിയായ VK പ്രീതയെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. കടത്തനാട് ലിറ്ററേച്ചർ ഫെസ്റ്റിൻ്റെ വേദി 1-ലെ ഫസ്റ്റ് സെഷനായ പാട്ടിൻ്റെ വഴിയോരം എന്ന സെഷനാണ് ഇപ്പോൾ ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. ഈ സെഷൻ നമുക്ക് തന്ന സജിത്ത് എരുവോ സാറിന് എൻ്റെയും കടത്തനാട് ലിറ്ററേച്ചർ ഫെസ്റ്റിൻ്റെയും പേരിൽ ഞാൻ ആദ്യമായി നന്ദി രേഖപ്പെടുത്തുകയാണ്. നല്ലൊരു ക്ലാസ് തന്നെയായിരുന്നു ഇന്ന് നമുക്ക് ഈ ഫസ്റ്റ് സെഷനിൽ കിട്ടിയിരിക്കുന്നത്. അതുപോലെ ഈ സെഷനിൽ സ്വാഗതം ആശംസിച്ച ബാബുരാജ് സാറിനോടും ഈ വേദിയിലും സദസ്സിലുമുള്ള എല്ലാവരോടും, എൻ്റെ പ്രിയപ്പെട്ട എല്ലാവരോടും കടത്തനാട് ലിറ്ററേച്ചർ ഫെസ്റ്റിൻ്റെ പേരിലും എൻ്റെ പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു.